യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേട്ടാ, ഒന്ന് വണ്ടി നിർത്തണേ. എന്തുപറ്റി? ആ പോകുന്നത് എന്റെ ചേച്ചിയാ. ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ചീരച്ചി, ദയേ, നീ ഇതെവിടെ പോവാ? ശബരി ഉണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ തനിച്ച. ഇവിടെ അടുത്തൊരു ആഞ്ജനേയ ക്ഷേത്രം ഇല്ലേ, അവിടേക്ക് പോവാ. എന്താ വിശേഷിച്ച്? അത് എനിക്കൊരു വഴിപാടുണ്ട്, നമ്മുടെ രഘുവേട്ടന് വേണ്ടി ചേച്ചി. പാവം, ഈ അവസ്ഥയിൽ നിന്ന് രഘുവേട്ടനെ കരയേറ്റാൻ ഇനി ദൈവത്തിന് മാത്രമേ പറ്റൂ. രാവിലെ ഞാൻ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാ ദയ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. നമ്മുടെയൊക്കെ പ്രശ്നങ്ങള് നമ്മളൊന്നും മനസ്സ് വെച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. രഘുവേട്ടന്റെ അമ്പിളി ചേച്ചിയുടെ അവസ്ഥ അതാണോ? ഇതുവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം പോയില്ലേ? ശരിയാ, ഒരുവിധം രക്ഷപ്പെട്ട് വരുമായിരുന്നു രഘുവേട്ടൻ. അമ്പിളി ചേച്ചിയും പഴയ കഷ്ടപ്പാടൊക്കെ മാറിയതിന്റെ സന്തോഷത്തിലായിരുന്നു. വീണ്ടും എല്ലാം താളം തെറ്റിന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വിനേട്ടന് ചേച്ചി ജോലിക്ക് പോകുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ? ആ എതിർപ്പ് ആര് വകവെക്കുന്നു? ഈ ജോലി ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ജീവിക്കാൻ പോലും തോന്നുന്നു. ശരിയാ, വിനേട്ടനെ പോലൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യജന്മം? അന്ന് ഞാനും ശബരിയേട്ടനും വീട്ടിൽ ചെന്നപ്പോ അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഉള്ള സമാധാനം കൂടി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പോട്ടെ, ഓട്ടോ വെയിറ്റ് ചെയ്യാ. നിക്ക് ദയേ, പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് പോ. നീ ശബരി എപ്പോഴാ വീട്ടിൽ പോയത്? അത് പിന്നെ മടിക്കാതെ പറ ദയേ. എനിക്കിപ്പോ ആ മനുഷ്യനെ കുറിച്ച് എന്ത് കേട്ടാലും ഒരു വിഷമവും തോന്നാറില്ല. അത് അന്നൊരു ദിവസം വിനയേട്ടൻ ചേച്ചിയെ തിരക്കി രഘുവേട്ടന്റെ വീട്ടിൽ വന്ന് വഴക്കിട്ടില്ലേ? അന്ന് ഞാനും ശബരിയേട്ടനും വിനയേട്ടനെ സമാധാനിപ്പിക്കാമെന്ന് കരുതി അവിടെ പോയായിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് വിനയേട്ടനും ചീരുവെച്ചിയും ഒരുമിച്ച് പോണോന്ന് ഞാനും ഒന്ന് ഉപദേശിച്ചു പോയി. അതിഷ്ടപ്പെടാതെ അയാള് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ഒന്നും അറിയാതെ വീട്ടിലിരുന്നതും കാര്യം കഴിഞ്ഞ് അവൻ തേച്ചിട്ട് പോയപ്പോ വലിയ ശീലാവധി ചമഞ്ഞ് വേറൊരുത്തിന്റെ താലിക്ക് തല നീട്ടിക്കൊടുത്തതുമായിട്ടുള്ള ഒരു കഥ എനിക്കറിയാം. വേണമെങ്കിൽ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും വിളിച്ചിരുത്തി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ദയേ. എന്നിട്ട് തീരുമാനിക്കാം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ ആരാണ്. വെറും വൃത്തികെട്ട മനുഷ്യനായാണ്. നീയും ശബരി അവിടെ പോവാൻ പാടില്ലായിരുന്നു. അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാൾ എന്തും പറയും, എന്തും ചെയ്യും. അയാളത് പറഞ്ഞതിന്റെ പേരില് ശബരിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി, ശബരിയേട്ടൻ എന്നെ സമാധാനിപ്പിക്കുക ചെയ്തത്. അങ്ങനെ ഒരാളെ കിട്ടിയതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലും. എനിക്കറിയാം മോളെ, ശബരി എനിക്കറിയാം. ശബരി നിന്റെ ഭാഗ്യം തന്നെയാ. ഇനി ഒരിക്കലും നീയും ശബരി അയാളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോവരുത്. ഇല്ല, ഞാനിനി വിനയേട്ടന്റെ മുൻപിൽ പോലും നിൽക്കില്ല. എനിക്ക് പേടിയാ. ഇനി ഒരിക്കലും ആ മനുഷ്യനെ കാണാൻ ഇടവരില്ല എന്ന എന്റെ പ്രാർത്ഥന. ആ ചേച്ചി, ഞാൻ ഈ പറഞ്ഞ കാര്യം വിനയേട്ടൻ അറിയല്ലേ? ഇതിന്റെ പേരില് ചേച്ചി അയാളോട് എന്തെങ്കിലും ദേഷ്യം കാണിച്ച ആ മനുഷ്യൻ പഴയതെല്ലാം എല്ലാവരും അറിയിച്ച് എന്നെ നാറ്റിക്കും. നമ്മുടെ അച്ഛന് പോലും അറിയാത്ത കാര്യങ്ങളാ. വീണ്ടും വിനയേട്ടൻ അതൊക്കെ കുത്തിപ്പൊക്കിയ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നീ എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഭർത്താവ് കാരണം നീ ഒരിക്കലും ജീവൻ കൊടുക്കേണ്ടി വരില്ല, അതുറപ്പാ. അതിനൊരിക്കലും ഞാൻ ഇടവരുത്തില്ല. അതുപോരെ? എന്നാ ഞാൻ പോട്ടെ ചേച്ചി. മോനെ അനുദേച്ചി ഏൽപ്പിച്ചിട്ടാ വന്നത്. ശരി, വേഗം പൊയ്ക്കോ. എനിക്കും ബസ് വരാൻ സമയമായി. ശരി ചേച്ചി. ചേച്ചി
ശബരി എപ്പോഴാ ശബരി വന്നത്? ഞാൻ എന്തൊക്കെയോ ഓർത്തിരുന്നു പോയി. ഇപ്പൊ വന്നതേ ഉള്ളൂ ചേച്ചി. രഘുവേട്ടനവിടെ? അകത്തുണ്ട്. ആരോടും മിണ്ടാട്ടമില്ലാതെ ഭക്ഷണവും വെള്ളം പോലും കുടിക്കാതെ ഒരേ കിടപ്പ. രഘുവേട്ടന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല ശബരി. ഞാൻ രഘുവേട്ടനെ ഒന്ന് കാണട്ടെ. രഘുവേട്ട, രഘുവേട്ട, എന്ത് കിടപ്പായത് രഘുവേട്ട? എല്ലാം അവസാനിച്ചെന്നാണോ കരുതുന്നത്? ഞാൻ ഇനി എന്ത് ചെയ്യാനാ ശബരി? എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവൂ രഘുവേട്ട. രഘുവേട്ടൻ ഇങ്ങനെയായ അമ്പിളി ചേച്ചിയും അച്ഛനെയും ആര് സമാധാനിപ്പിക്കും? എനിക്കൊന്നും അറിയില്ല ശബരി. എന്താ വേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ തളർന്നു പോയാൽ പോരാ. അറിയാം ശബരി, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം മുന്നോട്ട് വന്നു. പക്ഷെ ഇതും അതുപോലെ ഒന്ന് മാത്രമാണ്. ഇതിൽ നിന്നും നമ്മൾ കരകയറും. ഈ ടൗണിൽ വരുമ്പോൾ രഘുവേട്ടന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഇന്നൊരു കമ്പനി സ്വന്തമായിട്ട് നടത്തുന്ന നിലയിലെത്തിയില്ലേ? ഇനിയും അത് സാധിക്കും. നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങും. ഇനി അതൊന്നും എനിക്ക് സാധിക്കില്ല ശബരി. സാധിക്കും. ഇവിടെയും രഘുവേട്ടൻ അതിജീവിക്കും. രഘുവേട്ടൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. ഇല്ല ഇല്ല ശബരി, ഇതെന്റെ വിധിയാ. എല്ലായിടത്തും തോറ്റവനെ രഘു. ദാ വീണ്ടും. അങ്ങനെയല്ല രഘുവേട്ട. തോൽവിയും ജയമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിന് നമ്മൾ നേരിടുന്നതിലാ കാര്യം. ചെറുപ്പത്തിൽ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീണിട്ടുണ്ടാവും. അതുപോലെ ഓരോ പരാജയങ്ങളും ഓരോ പാഠങ്ങളായിട്ട് കാണണം. രഘുവേട്ട, ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ട ശബരി, ഇപ്പൊ ഇതൊന്നും വേണ്ട. പറ്റില്ല, ഇത് വാങ്ങണം. ഈ അവസ്ഥയിൽ രഘുവേട്ടന് ഇത് ആവശ്യമാണ്. ശബരിയുടെ കയ്യിൽ എവിടെ നിന്ന് ഇപ്പൊ പണം? ശബരിയുടെ അവസ്ഥ എനിക്ക് അറിയാവുന്നതല്ലേ. അതൊന്നും രഘുവേട്ടൻ ഓർക്കണ്ട. ഇത് കയ്യിലിരിക്കട്ടെ. എല്ലാത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. ഇതിനൊക്കെ പകരം ഞാൻ എന്താ തരണ്ടേ? രഘുവേട്ടൻ സമാധാനിക്ക്.